ഹലോ കൂട്ടുകാരെ, ഇന്ന് പുതിയ റെസിപ്പി എന്ന് വെച്ചാൽ ഇന്ന് മൈദ കൊണ്ട് ദോശ ചുടാം. കുറച്ച് വെറൈറ്റി ദോശ ചുടാൻ പോകുന്നത്. അതിന് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇടാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ അരച്ചെടുക്കാം. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത്. നമ്മളെല്ലാം അരിമാവ് അരച്ചല്ലി ദോശ ചൂടുന്നത്. ഇതൊന്ന് വെറൈറ്റി ആയിട്ട് നമുക്കൊന്ന് ചൂടാം. ഒന്ന് അരച്ചെടുക്കാം. പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കും. ഇച്ചിരി വെള്ളം കൂടെ ചേർക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചുട്ടെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. 5 മിനിറ്റ് കൊണ്ട് ദോശപ്പൊടി ഒഴിച്ചു കൊടുക്കാം. ഇളക്കിയെടുക്കാം. തിരിച്ച് എന്താ പൊങ്ങിയൊക്കെ വരുന്നുണ്ടല്ലേ? നല്ല എണ്ണമയം കൂടെ വരട്ടി കൊടുക്കണം. പൊങ്ങിയൊക്കെ വരും. കുറച്ച് എണ്ണമയം ഇങ്ങനെ ഒഴിച്ചിടുന്നത് പൊങ്ങി വരും. നന്നാക്കി കൊടുക്കണം. പൊങ്ങി വരുന്നുണ്ടോ? എണ്ണമയങ്ങൾ വെട്ടിക്കൊടുത്താൽ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ വെച്ച് അടിപൊളി മൈദ ദോശ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വെറൈറ്റി നല്ല അടിപൊളിയായിട്ട് മൈദ ദോശ റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു റെസിപ്പിയായി നാളെ വരാം. എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ദോശയാണ് മൈദ ദോശ. നമുക്ക് എല്ലാം മൈദ കൊണ്ടും ഗോതമ്പ് കൊണ്ടും എല്ലാ ആട്ട കൊണ്ടും നമുക്ക് ദോശ ചുടാം. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കിയാൽ പറ്റിയതാണ്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും.